പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു എൻട്രി ലെവൽ ടെക്നിക്കൽ പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVI. ഈ വീഡിയോയിൽ AMVIയുടെ ജോബ് റോള്, ക്വാളിഫിക്കേഷൻ, സാലറി, പ്രൊമോഷൻ തുടങ്ങിയ AMVI ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ജോബ് റോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജോബ് റോളിനകത്ത് ഏറ്റവും പ്രൈമറി ആയിട്ട് വരുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് കൃത്യമായും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചുമതലയായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിക്കുക, അത് റെഗുലേറ്റ് ചെയ്യുക. ഇനി ട്രാഫിക് നിയമങ്ങൾ വയലേറ്റ് ചെയ്ത അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനി നമ്മൾ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പരിശോധിക്കേണ്ടത്? RC ബുക്ക് കൃത്യമായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടോ? വാഹനം ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇനി കൊമേഴ്സ്യൽ വാഹനമാണെങ്കിൽ അതിന് പെർമിറ്റ് ഉണ്ടോ? വാഹനങ്ങൾ പൊല്യൂഷൻ കൺട്രോൾഡ് ആണോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യണം. അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് ഉൾപ്പെടുന്ന ചുമതലയാണ്. രണ്ടാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്? റോഡിലൂടെ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾ അത് അപകടരഹിതമായി സേഫായി ട്രാവൽ ചെയ്യാനായിട്ട് യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പൊ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഒന്നുകിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ AMVI ആണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവര് ഫിസിക്കലായിട്ട് ഈ വാഹനത്തെ പരിശോധിച്ച് അതിന് കേടുപാടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി അത് റോഡിൽ കൂടെ സഞ്ചാരയോഗ്യമാണ്, അപകടരഹിതമായി സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ യോഗ്യമാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തണം. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കും പ്രൈവറ്റ് വാഹനങ്ങൾക്കും എല്ലാ വാഹനങ്ങൾക്കും വേണ്ടിയിരിക്കുന്നതാണ്, എല്ലാത്തിനും നിർബന്ധമാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പുതിയ വാഹനങ്ങൾക്കാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 2 വർഷമാണ്. അതിനുശേഷം ഓരോ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ പുതുക്കണം. പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 15 വർഷമാണ്. അതിനുശേഷം ഓരോ 5 വർഷത്തിലും പ്രൈവറ്റ് വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പൊ ഇതെല്ലാം, ഇതിന് വേണ്ട വെരിഫിക്കേഷൻ, ഇതിന് വേണ്ട പേപ്പർ വർക്കുകൾ എല്ലാം ചെയ്യേണ്ടത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയിൽപ്പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ് റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ്. റോഡ് സേഫ്റ്റി കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളിൽ ആൾക്കാർ കൃത്യമായിട്ട് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ? ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ ഓവർലോഡ് കയറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ അപകടകരമായിട്ടുള്ള രീതിയിൽ ഗുഡ്സിനെ ക്യാരി ചെയ്യുന്നുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. അപ്പൊ അതും അവരുടെ ചുമതലയിൽപ്പെട്ടതാണ്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ചുമതലയാണ് ആക്സിഡന്റ് ഇൻസ്പെക്ഷൻ. ആക്സിഡന്റ് ആയ വെഹിക്കിൾസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ AMVI കൃത്യമായിട്ട് അതിനെ പരിശോധിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അക്കാര്യങ്ങളും ചെയ്യേണ്ടത് AMVIയുടെ ഡ്യൂട്ടി വരുന്നതാണ്. അടുത്ത ചുമതലയായിട്ട് വരുന്നതാണ് പെർമിറ്റ് ആൻഡ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ. അപ്പൊ ഇവിടെ കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണെങ്കിൽ പെർമിറ്റിന് വേണ്ടിയിട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ കൊമേഴ്സ്യൽ ആയിക്കോട്ടെ പ്രൈവറ്റ് വാഹനങ്ങളായിക്കോട്ടെ അതിന്റെ രജിസ്ട്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പേപ്പർ വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും അതുപോലെ തന്നെ വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതും AMVIയുടെ ജോലിയാണ്. അപ്പൊ അടുത്ത ചുമതലയായിട്ട് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടക്ട് ചെയ്യാനും അത് ഇഷ്യൂ ചെയ്യാനും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും പ്രധാനപ്പെട്ട ചുമതലകളായിട്ട് വരുന്നതാണ്. അപ്പൊ അടുത്തത് നമുക്ക് ഇതിന്റെ യോഗ്യത പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ യോഗ്യത പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം അതിന്റെ ഏജ് ലിമിറ്റ് 21 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ ആയിരുന്നു. ഇപ്രാവശ്യം പ്രായപരിധി 40 ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് 40 വയസ്സ് ആക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. അപ്പൊ ആ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിനോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വേണം. അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും അത്യാവശ്യമാണ്. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നൊന്ന് പരിശോധിക്കാം.
ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ച്, മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷാൾ പൊസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണ് പറയുന്നത്? മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം, ചെസ്റ്റ് 81 സെന്റിമീറ്റർ മിനിമം വേണം, വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റിനെ നോക്കിയേ, ഫീമെയിൽ കാൻഡിഡേറ്റിന് മിനിമം ഹൈറ്റ് 152 സെന്റിമീറ്റർ വേണം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, SC/ST കാൻഡിഡേറ്റിന് ഹൈറ്റിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റിന് 160 സെന്റിമീറ്റർ മതി മിനിമം ഹൈറ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ മതി. അപ്പൊ അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനകത്ത് അടുത്തതുള്ളത് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മസ്റ്റ് പോസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. കണ്ണട ധരിക്കാതെയാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ് പറയുന്നത്. നോക്കിയേ, ഡിസ്റ്റൻസ് വിഷൻ, ദൂരക്കാഴ്ച എത്ര വേണം? 2 കണ്ണുകൾക്കും 6/6 നെല്ലൻ വേണം. നിയർ വിഷൻ, സമീപ കാഴ്ച എത്ര വേണം? 2 കണ്ണുകൾക്കും 0.5 നെല്ലനും വേണം. ഈ വിഷ്വൽ സ്റ്റാൻഡേർഡിനോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ ഒരു നോട്ടായിട്ട് പറയുന്ന ശ്രദ്ധിച്ചേ, കളർ ബ്ലൈൻഡ്നെസ്, കോങ്കണ്ണ്, കണ്ണിനോ കൺപോളകൾക്കോ ഉള്ള മറ്റ് അനാരോഗ്യങ്ങൾ തുടങ്ങിയവ അയോഗ്യതയായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. അതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ സാലറി പാക്കേജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്കെയിൽ അപ്പ് വരുന്നത് 45,600 തൊട്ട് 95,600 വരെയാണ്. ഇത് നിലവിലുള്ള സാലറിയാണ്. ശമ്പള പരിഷ്കരണം വരുമ്പം സാലറി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ബേസിക് പേ, സർവീസിൽ കയറുന്ന ഒരാൾക്ക് കിട്ടുന്ന ബേസിക് പേ 45,600 ആണ്. അതോടൊപ്പം തന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ടാകും, ദെൻ വർഷാവർഷം യൂണിഫോം അലവൻസ് ഉണ്ട്, ദെൻ എല്ലാ ഗവൺമെന്റ് സർവീസിലെയും പോലെ പെയ്ഡ് ലീവ്സുകൾ ഉണ്ട്, ദെൻ നാഷണൽ പെൻഷൻ സ്കീമിലെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഉണ്ട്, ദെൻ എല്ലാ ഗവൺമെന്റ് ജോലിയും പോലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത നമുക്ക് ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കാം. അപ്പൊ ഇതിന് AMV ആയിട്ട് സർവീസിൽ കയറണമെങ്കിൽ കേരള PSC നടത്തുന്ന ഒരു OMR പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകണം. അതിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ മെഷർമെന്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടാകും. അതിനുശേഷം അതിലും ക്വാളിഫൈ ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ. അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയുടേതും 20 മാർക്കിന്റെ ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ പരിശോധിക്കുന്നത് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് സർവീസിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി അടുത്ത പ്രൊമോഷൻ സീനിയോറിറ്റി ബേസ് ചെയ്തിട്ട് അടുത്ത പ്രൊമോഷൻ വരുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടാണ്. അന്നേരമുള്ള സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 55,200 തൊട്ട് 1,15,300 വരെയാണ്. അടുത്ത പ്രൊമോഷൻ ആയിട്ട് വരുന്നത് ജോയിന്റ് RTO ആയിട്ടാണ്. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 63,700 തൊട്ട് 1,23,700 വരെയാണ്. ദെൻ അടുത്ത പ്രൊമോഷൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണ്. അപ്പോൾ സ്കെയിൽ ഓഫ് പേ നോക്കി 95,600 തൊട്ട് 1,53,200 വരെയാണ്. ദെൻ അടുത്ത പ്രൊമോഷൻ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ 1,07,800 തൊട്ട് 1,60,000 വരെയാണ് അവിടെ സ്കെയിൽ ഓഫ് പേ. ദെൻ അടുത്ത പ്രൊമോഷൻ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ 1,12,800 തൊട്ട് 1,63,400 വരെയാണ് അവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. AMV ആയിട്ട് സർവീസിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെറിയ പ്രായത്തിലാണ് കയറുന്നതെങ്കിൽ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വരെ ആകാനായിട്ടുള്ള അവസരമാണ് ഇതിന്റെ പ്രൊമോഷൻ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മുകളിൽ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ട്. അത് IPSകാർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ AMV ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വരെ ആകാനായിട്ടുള്ള അവസരമാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ദെൻ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്. കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2022 അപ്പൊ അന്നത്തെ കാറ്റഗറി നമ്പർ 517/2022 ആണ്. പരീക്ഷ നടന്നത് 26/5/2023 അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കിയേ, 10,787 പേരാണ് അപ്ലൈ ചെയ്തത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 കട്ട് ഓഫ് മാർക്ക് നോക്കി 59.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. OMRന് ലഭിച്ച മാക്സിമം മാർക്ക് നോക്കി 83.33 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ദെൻ അടുത്ത പ്രൊമോഷൻ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ 1,13,800 തൊട്ട് 1,14,200 വരെയാണ്. അടുത്ത പ്രൊമോഷൻ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ 1,17,600 തൊട്ട് 1,18,200 വരെയാണ്.
ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/12/2025 ഇതുവരെ 121 പേർക്കാണ് നിയമന ശുപാർശ നടന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ നോക്കി. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 1/9/2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ദെൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും മികച്ച കോച്ചിങ്, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വിജയത്തിലെത്തിച്ച, ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ച TechPSCയോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാനാണ്. എന്നോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച അധ്യാപകർ, കഴിഞ്ഞ പ്രാവശ്യത്തെ കോഴ്സുകൾ നയിച്ച ഏറ്റവും മികച്ച അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് TechPSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ഞാൻ പറയാം. ഇതിന്റെ സിലബസിൽ 40 മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ നിന്നാണ്, 40 മാർക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ നിന്നാണ്, അടുത്ത 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിലെ 10 മാർക്ക് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ്, ദെൻ അടുത്ത 10 മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. അപ്പൊ അതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദെൻ അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി RTIs ഉദ്യോഗാർത്ഥികൾ കേരള PSCക്ക് ഫയൽ ചെയ്തു. അതിന് കേരള PSC കൊടുത്ത റിപ്ലൈ ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പ്രതീക്ഷിക്കാന്നാണ് കേരള PSC പറയുന്നത്. 2026 ഏപ്രിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാന്നാണ് പറയുന്നത്. 2026 ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ 4-5 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുപ്പ് ആരംഭിക്കുക. അപ്പൊ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി ഇതുവരെയും തയ്യാറെടുത്ത് തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുക. കോഴ്സ് ആവശ്യമുള്ള ആൾക്കാര്, ഏറ്റവും നല്ല റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും നന്നായിട്ട് തയ്യാറെടുക്കുക. ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.